കാറ്റാണ് ബ്രിഡ്ജിന്റെ മുകളില്. ആഹാ, അടിപൊളി. കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആ നടുവിലുള്ള വലിയൊരു ആർച്ചില്ലേ, അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഫോട്ടോ ആണ്. ഓസ്ലോ, യു ആർ ലിവിങ് ഇൻ ഓസ്ലോ? പാരീസ്. ഓ, ഓക്കെ. നൗ യു ആർ ഓൺ ദ വേ ടു പാരീസ്. എവിടെയല്ലേ, എവിടെയോ ഏതൊക്കെയോ രാജ്യത്ത്. എന്തായാലും അടിപൊളി ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. സ്ട്രോക്കൊക്കെ വന്ന ആളാണെങ്കിലും ഈ ഒരു കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളി സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സാധനങ്ങൾ ഹെൽസ് ഓൺലി ഷോപ്പാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ, കാരണം ടാക്സ് ഇവിടെ കുറവായതുകൊണ്ട് ആളുകൾ ഇവിടെ വന്ന് വാങ്ങിച്ചു പോകും. അത് ഈ തടാകത്തിലൊക്കെ ഇതുപോലെ അതാ താറാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ചെറിയ താറാവുകൾ അതാ ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ട്. വരുന്ന വഴിക്കൊക്കെ കണ്ട്. ഇത്ര അടുത്തൊന്നിനെ കിട്ടിയ ആദ്യമായിട്ടാണ്. കുറേ കണ്ടിട്ടുണ്ട്. വെള്ളത്തിലേക്ക് എന്താ ഇറങ്ങാത്തത്? മഴക്കാറുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീഡനിലൊരു വില്ലേജാണ് കാണുന്നത്. വളരെ മനോഹരമായൊരു വില്ലേജ്. എന്ത് രസാ. ആ പൂക്കളൊക്കെ കണ്ടോ? ചെടി അതിൻ്റെ ഇലകളാണോ മഞ്ഞ നിറത്തിലതോ പൂക്കളാണോ? അവിടെ ഒരു 90 വയസ്സുള്ള അമ്മൂമ്മതാ. ഇവിടെ പ്രായമായവരോട് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും. ഇവിടെയുള്ള ആളുകൾ 90 വയസ്സായാലും 100 വയസ്സായാലും സൈക്കിളൊക്കെ എടുത്തിട്ട് പുറത്ത് പോവും, സൂപ്പർ മാർക്കറ്റിൽ പോകും. സ്വന്തം കാര്യം ചെയ്യാന്നറിയുന്ന അവർക്ക് ഭയങ്കര ഒരു പ്രൗഡുള്ള കാര്യമാണ്. അപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം ചെയ്യാന്നറിയുന്നത് ഭയങ്കര ഇതാണ് അവർക്ക്. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. സ്ട്രോക്കൊക്കെ വന്ന ആളാണെങ്കിലും ഈ ഒരു കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളി സൂപ്പർ മാർക്കറ്റിൽ പോകും, സാധനങ്ങൾ വാങ്ങിക്കും, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യും. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ട്. അവർക്ക് അതിനുള്ള വീൽ ചെയർ, ഫുള്ളി കൺട്രോൾഡ് വീൽ ചെയർ ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കയറി അവർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഈ യൂറോപ്യൻ കൺട്രികളിലുണ്ട്. അതുകൊണ്ട് തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈഫൊന്നും ബോറിംഗ് അല്ല. ഇവിടെ ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇതാട്ടോ. പ്രായമായി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ ചില്ലിങ്ങാണ്. ഇന്നലെ കണ്ടില്ല, ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. അവർക്ക് 70 വയസ്സായി, ഇപ്പോഴും പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യാം. അതാണ് ഇവിടുത്തെ സ്റ്റൈൽ. ആരോടും ദേഷ്യം പിടിക്കില്ല, ആരോടും അടി കൂടില്ല. അവർ ഭയങ്കര കൂളാണ്, ഫ്രണ്ട്ലിയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ, ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിലുള്ള ആളുകൾ. നോർവേത്തെ എനിക്കറിയില്ല. ഡെൻമാർക്ക്, സ്വീഡനാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. നോർവേത്തെ ഞാൻ പോയി നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ ഹോണ്ടഡ് പ്ലേസിൽ ക്യാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ചും കൂടി ഒരു മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ നല്ല സ്ഥലം തന്നെ കിട്ടിയേനെ. പക്ഷെ എനിക്കറിയില്ല മുമ്പോട്ട് വന്നാൽ സ്ഥലം ഉണ്ടോ ഇല്ലെന്ന്. കിട്ടിയ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താ. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ടൗണാണ്. പക്ഷെ ഇവിടെ ക്യാമ്പ് ചെയ്താൽ മതിയായിരുന്നു. സാരല്ല, ഇന്നലത്തെ ക്യാമ്പിങ്ങിന് കുഴപ്പമൊന്നുമില്ല. Turn right. Turn left, then turn right. That means have to take. ഇവിടെ എവിടെ നോക്കിയാലും പുഴകൾ. ഇതിനെ കടലെന്ന് വിളിക്കണോ പുഴ എന്ന് വിളിക്കണോ എന്നൊരു ഐഡിയ ഇല്ല. ഹായ്. കടലിങ്ങനെ ഉള്ളിലേക്ക് കയറിയതുപോലാണ്.
ഈ സ്ഥലമൊക്കെ പണ്ട് കാലത്ത് ഭൂമിൻ്റെ അടിയിലായിരുന്നു. പിന്നെ അത് മുകളിലേക്ക് എത്തിയതാണ് വെള്ളം താഴ്ന്നിട്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ എന്താ വിളിക്കുക, പിന്നെ കടലിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ പുഴയിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. കാരണം ഇതുപോലത്തെ ഒരുപാടുണ്ട്, ഒരുപാട്. അപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷം, അതുകൊണ്ടൊരു ഒരു 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 മൂകത. In 500 meters, turn right. നൈസ്. ഈ ബാൽക്കണികളൊക്കെ നല്ല രസമുണ്ട്. പുറത്തത്തെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ. ഞാനിപ്പോ സ്വീഡന്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഏകദേശം ബോർഡറാണ്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കടന്ന് നമുക്ക് നോർവേയിലേക്ക് കയറാം. ഇതാണ് ബോർഡറിലുള്ള ചെറിയൊരു ടൗണ്. ഞാനിതാ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 32ാമത്തെ രാജ്യത്തേക്ക്. ഹായ്. 32ാമത്തെ രാജ്യത്തേക്ക് ഇതാ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എൻ്റർ ചെയ്യാൻ പോവാ. നല്ല ഹെഡ്വിൻഡാണ്, ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. ഇവിടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകണം. വേണ്ട, കയ്യിലുള്ളത് തീർക്കാം. ഗോഡിസ് സെറ്റ് എന്തങ്ങനെ പറഞ്ഞാൽ അറിയില്ല. ചെറിയൊരു ഷോപ്പാണ്, സൂപ്പർ മാർക്കറ്റാണ്. ഇത്രയും വലിയ വണ്ടികളൊക്കെ വളയ്ക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞാലേ ഇറ്റ്സ് നോട്ട് ഈസി. എൻ്റെ ഡ്രൈവർക്ക് നല്ല കഴിവ് വേണം. കാരണം അതിൻ്റെ ബാക്കിൽ അതിൻ്റെയും വീലിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഫ്രണ്ട് എടുത്ത് ബാക്ക് എടുത്ത്, ഫ്രണ്ട് എടുത്ത് ബാക്ക് എടുത്ത്. ഇത് റിവേഴ്സ് എടുക്കുക. ആ ബാക്കിലത് കറക്റ്റായിട്ട് വിചാരിച്ചെടുത്ത് എത്തിക്കണമെങ്കിൽ ചില്ലറ മെനക്കേടോ വില. എന്താ സംഭവം? പുള്ളി മുമ്പോട്ടെടുക്കുന്നു, ബാക്കോട്ടെടുക്കുന്നു, മുമ്പോട്ടെടുക്കുന്നു, ബാക്കോട്ടെടുക്കുന്നു. എനിക്ക് ഗോഡൗണിൽ സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒറ്റ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിലെടുക്കാം. ഇത് ഇത്രയും ലോങ് ജോയിൻ്റ് ആയതുകൊണ്ട്
ഇറ്റ്സ് നോട്ട് ഈസി, കുറച്ച് മെനക്കേടാ. ഓക്കെ, നമുക്ക് നീങ്ങാം. എനിക്ക് പോകേണ്ടത് ആ വഴിക്കാണ്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഇവിടെ കുറേ ടുബാക്കോൻ്റെ ഷോപ്പുകൾ, അങ്ങനെ കുറേ ഷോപ്പുകൾ ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നോർവേയിൽ ഇതിനൊക്കെ ഭയങ്കര ടാക്സാണ്, ഈ ടുബാക്കോ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടാക്സ് ആയതുകൊണ്ട് ആളുകൾ ബോർഡർ കടന്ന് ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട്, ഇവിടെ പലതരത്തിലുള്ള ഷോപ്പുകളാണ്. എല്ലാം സംതിങ് ഡിഫറെൻ്റ് ആണ്. ചിലത് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എടുക്കാത്തത്. അത് അവിടെ ഒരു ഷോപ്പുണ്ട്, അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അഡൽട്ട്സ് ഓൺലി ഷോപ്പാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ, കാരണം ടാക്സ് ഇവിടെ കുറവായതുകൊണ്ട് ആളുകൾ ഇവിടെ വന്ന് വാങ്ങിച്ചു പോകുക. അത് ഇവിടുത്തെ യൂറോപ്പിലെ കൾച്ചറാണ്. പക്ഷേ അപ്പോൾ എങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തണുപ്പ് ഇങ്ങനെ കൂടി വരികയാണല്ലോ. കയ്യൊക്കെ മരവിക്കുന്നു. അപ്പോൾ കടന്നാലോ. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് കിട്ടും, അവിടെയാണ് ബോർഡർ. ഇവിടെ ബോർഡറിൽ ഇതാ വീണ്ടും കുറേ ഷോപ്പ് കണ്ടു. ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെ കുറേ അറബിയിൽ എഴുതി വെച്ച ഷോപ്പുകൾ കാണുന്നു. കാരണം ഹലാൽ ഷോപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അതും അവൈലബിൾ ആണ്. സാധാരണ ഈ ഫുഡ് അങ്ങനെ എല്ലായിടത്തും കിട്ടില്ല, അപ്പോൾ ഇതിനായിട്ട് ആളുകൾ വരും. കുറേ അറബ്സ്, കുറേ ഇറാഖികളും, അങ്ങനത്തെ കുറേ സിറിയക്കാരും, അങ്ങനെ കുറേ ആളുകൾ സ്വീഡനിലും നോർവേയിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ പേരെ കണ്ടു. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ കുറച്ച് സിറിയക്കാരെ കണ്ടിരുന്നു. ഇന്നലെ അഫ്ഗാനിസ്ഥാനികളുടെ കല്യാണമാണ് കൂടിയത്. അങ്ങനെ കുറേ ആളുകൾ ഈ ഏരിയയിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു 3-4 ഷോപ്പുണ്ട്. വലിയ ഷോപ്പ്, ഒന്ന് ഇവിടെ കുറേ ഉണ്ട്. സമയം 12 മണിയായി. ഓക്കെ, ചില കയറ്റങ്ങൾ ഇങ്ങനെയാണ്, ഉന്തി കയറ്റേണ്ടി വരും. ഈ കയറ്റം ചവിട്ടി കയറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചവിട്ടി കയറ്റുമ്പോഴത്തേക്ക് ഒരുപാട് എനർജി കത്തും. വൈകുന്നേരം വരെ റൈഡ് ചെയ്യണ്ടേ, എനർജി മൊത്തം ഇപ്പോൾ കത്തിച്ച് തീർക്കാൻ പറ്റുമോ? അതുകൊണ്ട് നടന്ന് കയറുമ്പോൾ അത്ര എനർജി വേണ്ട, റിലാക്സ് ആയിട്ട് കയറാം. ഇതിൻ്റെ ഡബിൾ എനർജി ചവിട്ടി കയറുമ്പോൾ കത്തും, കാരണം കുറേ പെഡൽ ചെയ്യണം. അല്ലാ, ബോർഡറിലേക്കുള്ള വഴി കാണിക്കുന്നത് ഇങ്ങനെയാണല്ലോ സൈക്കിളിന്. പോയേക്കാം. അപ്പം ഇതാണ് സ്വീഡൻ നോർവേ ബോർഡറിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയോ ഏതൊക്കെയോ രാജ്യത്ത്. എന്തായാലും അടിപൊളി ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ആ ത്രില്ല് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. വീഡിയോ കാണുമ്പോൾ ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് കമ്പി അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇതാണ് സ്വീഡൻ്റെ ചെക്ക് പോയിന്റ്. ഒരു മനുഷ്യനും ഇല്ല, കടച്ചതൊക്കെ പണ്ട് കാലത്ത് ചെക്കിംഗ് ഒക്കെ ഉള്ള സമയത്ത്, വിസ വേണ്ട സമയത്ത് യൂസ് ചെയ്തതാണ്. ഇപ്പോൾ ഒന്നുമില്ല. സ്വീഡൻ്റെ ഒരു ബോർഡ് കിട്ടിയാൽ നല്ലതായിരുന്നു, അതും കാണുന്നില്ലല്ലോ. സ്വീഡൻ എന്ന് പറഞ്ഞിട്ട് പൊളി. അതാ കാണുന്നതാണ് നോർവേ. സ്വീഡൻ, കാണുന്നത് നോർവേ. വാവ്, അടിപൊളി ബോർഡറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ബോർഡർ കടന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോർഡർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, സംതിങ് സ്പെഷ്യൽ.
ബ്രിഡ്ജ് നോക്ക്. കാണുന്നതാണ് നോർവേ. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് സ്വീഡൻ. കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആ നടുവിലുള്ള വലിയൊരു ആർച്ചില്ലേ, അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഫോട്ടോ ആണ് കാണുന്നത്. ഈ ഫോട്ടോ എടുത്തത് 1939 ഇത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത് 1946 ജൂൺ 15. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 420 മീറ്ററാണ്. ഇതിൻ്റെ ഹൈറ്റ് 155 മീറ്ററാന്ന് തോന്നുന്നു. ഇത് ഏത് ലാംഗ്വേജ് എനിക്കറിയില്ല. അല്ലെങ്കിൽ 60 മീറ്റർ, എന്താ അറിയില്ല. 8 ഗ്രാനി പില്ലേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. 8 പില്ലേഴ്സ്. ഇങ്ങനെ ഒരു അടിപൊളി ബ്രിഡ്ജാണ് സംഭവം. ഇതാ ബ്രിഡ്ജ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയില്ലേ? അപ്പോൾ ഇതിൻ്റെ താഴെ ഹൈക്കിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും മാപ്പുമാണ് കൊടുത്തത്. ഹൈക്കിങ്ങിന് ഇങ്ങനെ ഇറങ്ങി ഇതിലൂടെ വന്ന് ഇതിന് 1 മണിക്കൂറോളം ഹൈക്കിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ബൈ സ്വീഡൻ. ഇങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് ഞാൻ സ്വീഡനിൽ ഇതാ വിട പറയുകയാണ്. an amazing view. അടിപൊളി, സൂപ്പർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അറിയില്ല എങ്ങനെയാ എന്തൊക്കെയാന്നുള്ളത്. എന്തായാലും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള യാത്രകൾ ഒരുപാട് റിസ്ക് എടുത്ത് എനിക്കൊരു വ്ളോഗർ ആവാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു യാത്രികനായിട്ട് അറിയപ്പെടാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുള്ളത് പറയാലോ, വെറുതെ ഇത് പറയുന്നില്ല. ഒരു യാത്രികനായിട്ട്, അല്ലെങ്കിൽ ഇതൊരു അച്ചീവ്മെൻ്റ് ആണ്. പല ആളുകളും എന്നോട് പറയാറുണ്ട്, മറ്റുള്ള വ്ളോഗർ അങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു, ഇവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, മറ്റേതാക്കുന്നത്, മറിച്ചതാക്കുന്നത്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യവും ചെയ്യാറില്ല. ചിലർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, മാക്സിമം റീച്ച് കിട്ടാൻ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എൻ്റെ യാത്രയിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒന്നും ഹൈപ്പില്ല, ഒരു കാര്യങ്ങളില്ലാതെ എൻ്റെതായ രീതിയിൽ ഈ യാത്രകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ ഒന്ന് ചെയ്യുക. ഇതൊരിക്കലും എനിക്കൊരു വലിയൊരു വ്ളോഗറാവാൻ വേണ്ടിയിട്ടല്ല, എനിക്കൊരു യാത്രികനായിട്ട് ഇനിയും യാത്രകൾ തുടരണമെങ്കിൽ ഉള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊരു അച്ചീവ്മെൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ്. അതങ്ങനെ എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള വ്ളോഗേഴ്സിന് കിട്ടാത്തൊരു സംഭവമാണ് എനിക്ക് ഈ യാത്രയിലൂടെ കിട്ടുന്നത്. ഫ്ലൈറ്റിലോ ഇങ്ങനെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ച് പോയി വീഡിയോ എടുക്കുന്നത് പോലെയല്ല, സൈക്കിളിൽ ഇന്ത്യ മുതൽ ലണ്ടൻ വരെ യാത്ര ചെയ്തിട്ട് അതൊരു അച്ചീവ്മെൻറ്റാണ്. അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും ചെയ്യുന്നു നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ നേരെ സ്വീഡനിൽ നോർവേയിലേക്ക് പോകാൻ പോവാണ്. നോർവേ അതാ കിടക്കുന്നത് എന്നെ കാത്ത്. അപ്പോൾ ശരി, ഓക്കെ, അപ്പോൾ നമുക്ക് നോർവേയിലേക്ക് കിടക്കാം. This is my 31st country, going to 32nd country. My aim to reach London, after that in Paris Olympics, then I'll fly back to India. Which country you take? India, Oman, UAE, Saudi, Qatar, Bahrain, Kuwait, Iraq, Iran, Armenia, Georgia, Turkey, Greece, North Macedonia, Serbia, Croatia, Slovenia, Hungary. Which country you take in the Middle East? Middle East, Oman, because India, Pakistan, Oslo. You are living in Oslo? Paris. Oh, okay. Now you are on the way to Paris via Germany, Denmark, then Sweden, Denmark, okay, Germany, Netherlands, Netherlands, Belgium. France. Yeah, same. Using tent. Airbnb. Oh, but I am always sleeping tent. Okay. Yeah, here tent legal, no issues. But in Germany, other countries, it's not illegal. In Sweden. Your name? Bertrand.
back home? Veronica. And you? Okay, my name Faiz. Anyway, nice to meet you. Keep. Can I take just a picture of you? Yeah, sure, of course. With your bag. Yeah, Right. I'll take that. ഇങ്ങനെ നമ്മളിതാ സ്വീഡന്ന് നോർവേയിലേക്ക് കടക്കുകയാണ്. In 200 meters, continue straight onto Gamle Svinesundsbrua, Prima Feiksvei 118. സ്വീഡൻ ടു നോർവേ. Wow. അടിപൊളി. പൊളിയാണല്ലോ, അടിപൊളി. അവിടെ ഒരു ബ്രിഡ്ജ് അതാ, അത് ഹൈവേ ആണ്. Continue straight onto Gamle Svinesundsbrua, Prima Feiksvei 118. ബ്രിഡ്ജിന്റെ മുകളില്. ആഹാ, അടിപൊളി. വീട് പോകണ്ട, അതുമാതിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. എന്താ കാറ്റ്, തണുത്ത കാറ്റ്. അധിക നേരം അവിടെ നിൽക്കാൻ പറ്റില്ല, തണുത്ത കാറ്റ്. തണുത്ത കാറ്റുകൾ അടിച്ചുകൊടുക്കുന്നത്, കൈയൊക്കെ വിറക്കുന്നുണ്ട്. കാറ്റിന്റെ ശക്തി കൊണ്ട് ഇന്ത്യന്റെ ഫ്ലാഗ് പറന്നുപോയി. അയ്യോ, ഫ്ലാഗ് ഒരു ഇതായിരുന്നു, ഒരു വികാരമായിരുന്നു. അതാ പോയി, ഇങ്ങോട്ടോ പോയിണ്ടാവും, താഴ്ചയിൽ എവിടെങ്കിലും പറന്നു പോയിണ്ടാവും. ഞാൻ കണ്ടില്ല പോന്ന്. ഫ്ലാഗ് ഇപ്പൊ രണ്ടാമത്തെ മിസ്സാവുന്നത്. ആദ്യത്തത് ഡെൻമാർക്കിൽ വെച്ച് പോയി, ഇപ്പൊ സ്വീഡൻ നോർവേ ബോർഡറിലൊന്ന് പോയി. Continue straight onto Gamle Svinesundsbrua, Prima Feiksvei 118.